ഈ സീസൺ IPL-ലെ 56-ാം മത്സരം ഇന്ന് നടക്കാൻ പോകുമ്പോൾ ഏറ്റവും പുതിയ പോയിന്റ് ടേബിളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. 7-ാം സ്ഥാനത്ത് 11 മത്സരത്തിൽ 10 പോയിന്റുമായി LSG ആണ് നിൽക്കുന്നത്. ശേഷിക്കുന്ന 3 മത്സരത്തിൽ റൺ റേറ്റ് മെച്ചപ്പെടുത്തി 3 വിജയങ്ങളാണ് 16 പോയിന്റ് എന്ന ഇക്വേഷനിലേക്ക് LSGക്ക് വേണ്ടത്. എന്നാൽ ടോപ്പ് ഓഫ് ദ ടേബിൾ നോക്കിയിട്ട് 16 പോയിന്റ് തന്നെ ഇത്തവണ പ്ലേ ഓഫ് സ്പോട്ട് കൺഫേം ചെയ്യുമോ എന്നത് ഇപ്പോൾ സംശയത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിലവിൽ ക്വാളിഫിക്കേഷൻ സാധ്യതയുള്ള ടീമുകളിൽ ഏറ്റവും കുറവ് ചാൻസ് ലക്നൌവിനാണ് കാണുന്നത്. കൊൽക്കത്തയാണ് 6-ാം സ്ഥാനത്ത് 11 പോയിന്റുമായി നിൽക്കുന്നത്. ശേഷിക്കുന്ന 3-ൽ 3 വിജയം നേടിയാൽ 17 പോയിന്റോടെ പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പിക്കാൻ KKRന് പറ്റും. ഇന്ന് ചെന്നൈക്കെതിരെ അവർ ഇറങ്ങുമ്പോൾ ഡു ഓർ ഡൈ സിറ്റുവേഷനിലാണ് അവരുള്ളത്. റൺ റേറ്റ് അവർക്ക് നിലവിൽ അത്ര വലിയ പ്രശ്നമല്ല. 5-ാം സ്ഥാനത്ത് 13 പോയിന്റുമായി ഡൽഹിയാണ് നിൽക്കുന്നത്. ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ 2 വിജയമാണ് ഡൽഹിക്ക് വേണ്ടത്. നാളെ പഞ്ചാബും ഡൽഹിയും ഏറ്റുമുട്ടുമ്പോൾ ഏറ്റവും നിർണായകമായ മത്സരമാണ് ഇവർക്ക് വരുന്നത്. ഒപ്പം ഞായറാഴ്ച പഞ്ചാബും മുംബൈയും ഗുജറാത്തും ഡൽഹിയും ഏറ്റുമുട്ടുന്നതോടെ അറ്റ്ലീസ്റ്റ് 2 പ്ലേ ഓഫ് സ്പോട്ടെങ്കിലും കൺഫേം ആകുമെന്നത് ഏകദേശം ഉറപ്പാണ്. LSGയും RCBയും തമ്മിൽ വെള്ളിയാഴ്ച ഒരു മത്സരം നടക്കുന്നുണ്ട്. സോ ഇതിൽ RCB വിജയിച്ചാൽ ചിലപ്പോൾ 3 പ്ലേ ഓഫ് സ്പോട്ട് ഈ ഞായറാഴ്ചക്കുള്ളിൽ തന്നെ ഫിക്സ് ആയേക്കും. 4-ാം സ്ഥാനത്ത് മുംബൈയാണ് 14 പോയിന്റുമായി നിൽക്കുന്നത്. ഇന്നലെ ഗുജറാത്തിനെതിരെ പരാജയപ്പെട്ടതോടെ ശേഷിക്കുന്ന 2 മത്സരങ്ങളും മസ്റ്റ് വിൻ സിറ്റുവേഷനിലാണ് മുംബൈക്ക് നിൽക്കുന്നത്. പഞ്ചാബും ഡൽഹിയുമാണ് ഇവിടെ മുംബൈയുടെ എതിരാളികൾ. ഡൽഹി 2 മത്സരം വിജയിച്ച മുംബൈ 1 മത്സരം തോറ്റാൽ മുംബൈ പുറത്തു പോകുമെന്ന സിനാരിയോയും ഓപ്പൺ ആകാൻ സാധ്യതയുണ്ട്. ടോപ്പിൽ നിൽക്കുന്ന മുംബൈ ഒഴികെ ബാക്കി എല്ലാ ടീമിനും 3 മത്സരങ്ങൾ ഇനി ശേഷിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നലെ വരെ ക്വാളിഫയർ 1 കളിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മുംബൈ ഇപ്പോൾ എലിമിനേറ്ററിലേക്കോ പുറത്തേക്കോ എന്ന സിനാരിയോയിലേക്കും എത്തിയിട്ടുണ്ട്. എന്നാൽ അവസാന 2 മത്സരവും വിജയിച്ചാൽ യാതൊരുവിധ പ്രശ്നവും മുംബൈക്ക് വരില്ല. 3-ാം സ്ഥാനത്ത് 15 പോയിന്റുമായി പഞ്ചാബാണ് നിൽക്കുന്നത്. ഡൽഹി, മുംബൈ, രാജസ്ഥാൻ എന്നിവരാണ് പഞ്ചാബിന്റെ എതിരാളികൾ. ഇതിൽ 1 മത്സരം വിജയിച്ചാൽ തന്നെ 17 പോയിന്റോടെ പ്ലേ ഓഫ് ഇവർക്ക് കൺഫേം ആക്കാൻ പറ്റും. 2 വിജയിച്ചാൽ ഉറപ്പായും ക്വാളിഫയർ 1 കിട്ടിയേക്കും. 16 പോയിന്റുമായി RCB, ഗുജറാത്ത് എന്നിവരാണ് 2-1 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. 2 പേർക്കും ഇനി 3 മത്സരങ്ങൾ ശേഷിക്കുമ്പോൾ അതിൽ 1 വിജയം 100% ഇവരെ പ്ലേ ഓഫിലെത്തിക്കും. 2 വിജയം നേടി ക്വാളിഫയർ 1 ഉറപ്പിക്കാനായിരിക്കും ഇരുവരുടെയും ഇനിയുള്ള ശ്രമം. നിലവിലെ സാഹചര്യത്തിൽ ഗുജറാത്ത്, RCB, പഞ്ചാബ് തുടങ്ങി 3 ടീമുകൾ പ്ലേ ഓഫ് ബെർത്ത് ഓൾമോസ്റ്റ് നേടിയിട്ടുണ്ട്. 3 മത്സരങ്ങളിൽ ഒറ്റ വിജയം റൺ റേറ്റ് പോലും നോക്കാതെ ഇവരെ ഈസിയായി പ്ലേ ഓഫിലെത്തിക്കും. 4-ാം സ്പോട്ടിന് വേണ്ടി മുംബൈയും ഡൽഹിയുമാണ് നിലവിൽ ഫേവറേറ്റുകൾ. മെയ് 15-ന് ഈ 2 പേർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ മിക്കവാറും ഇതിൽ ആര് മുന്നോട്ട് പോകുമെന്നത് ആ മത്സരം തീരുമാനിക്കും.